ഹായ് ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഈസ് മൊയ്തീൻ പട്ടാമ്പി. നമ്മൾ ചില വ്യക്തികളെയൊക്കെ കാണുമ്പോൾ അവരോട് പെട്ടെന്ന് തന്നെ ഒരു അട്രാക്ഷൻ തോന്നാറുണ്ട്. ഒരു പ്രത്യേക ഇഷ്ടം, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്നേഹം, അല്ലെങ്കിൽ പ്രത്യേക ഒരു ബഹുമാനമൊക്കെ തോന്നാറുണ്ട്. ഒരു പക്ഷേ അവരുടെ സ്വഭാവം കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ്, അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ കാണുന്ന സമയത്ത്, ചില സന്ദർഭങ്ങൾ അവർ റെസ്പോണ്ട് ചെയ്യുന്ന ആ രീതി കാണുന്ന സമയത്തൊക്കെ നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ആലോചിക്കും, അവരെ പോലെ നമുക്ക് പെരുമാറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവരെ പോലെയുള്ള ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ ഒരു സാഹചര്യത്തിൽ അവർ റെസ്പോണ്ട് ചെയ്ത അതേപോലെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്ന ചില നിമിഷങ്ങളുണ്ടായിട്ടുണ്ടാവും. അങ്ങനെ വേണമെങ്കിൽ നമുക്കും നല്ലൊരു വ്യക്തിയൊക്കെ ആയി മാറാൻ കഴിയും. അങ്ങനെ വ്യക്തിയായി മാറണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവരും സ്നേഹിക്കുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാൻ നമുക്കും കഴിയും. പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഏതൊരാളെ കാണുമ്പോഴും നമ്മളൊരു പുഞ്ചിരി കൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. ഒന്ന് പുഞ്ചിരിച്ചു കൊടുക്കുക. നമുക്കറിയാം, ഒരുപക്ഷെ നമ്മുടെ മുന്നിലേക്ക് വരുന്നൊരു വ്യക്തി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു നീങ്ങുന്നൊരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് കടബാധ്യതകൾ, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ, ജോലിയുടെ സ്ട്രെസ്, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും വളരെയധികം ബുദ്ധിമുട്ടിപ്പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. ആ സമയത്ത് നമ്മളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട്, നമ്മുടെ അയാളുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട്, അവരെ ഒന്ന് തോളിൽ തട്ടിക്കൊണ്ട്, അവരെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അയാൾക്ക് ഒരുപാട് നല്ല ആശ്വാസം നൽകാൻ കഴിയും. അങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് തുടങ്ങുന്ന, എല്ലാവർക്കും പുഞ്ചിരി നൽകുന്ന ഒരു വ്യക്തിയെ എല്ലാവരും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മൾ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ കണ്ണിൽ നോക്കിക്കൊണ്ട് സംസാരിക്കുക. അതൊരു കോൺഫിഡൻസ് ആണ്, അതൊരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമാണ്. കാരണം നമ്മൾ മറ്റുള്ളവരെ കണ്ണിൽ നോക്കാതെ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും മറച്ചു വയ്ക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനത്തെ വ്യക്തികളൊക്കെ ഒന്നുകിൽ എന്തെങ്കിലും ഹൈഡ് ചെയ്തുകൊണ്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കിക്കൊണ്ട് സംസാരിക്കുക. കോൺഫിഡൻസോട് കൂടി, ഒന്നും മറച്ചു വയ്ക്കാതെ നല്ല രീതിയിൽ സ്നേഹത്തോടെ സംസാരിക്കുക. തീർച്ചയായും അങ്ങനെയുള്ളൊരു വ്യക്തിയെയും എല്ലാവരും ഇഷ്ടപ്പെടും. മൂന്നാമത്, നമ്മൾ ഗുഡ് ലിസണർ ആവുക എന്നുള്ളതാണ്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ കേൾക്കാൻ നമുക്ക് അവസരം കൊടുക്കുക. നമ്മൾ വെറും അങ്ങോട്ട് മാത്രം സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരെ പരിഗണിക്കാതെ നിൽക്കുന്നൊരു വ്യക്തിയാവരുത്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട്, മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ നമ്മൾ അവസരം കൊടുക്കുക. തീർച്ചയായും അങ്ങനെയുള്ള വ്യക്തികളെ എല്ലാവരും ഇഷ്ടപ്പെടും. കാരണം അവർക്ക് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു വ്യക്തിയെ കിട്ടുക എന്നുള്ളത് അവരുടെ മനസ്സമാധാനമാണ്. അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. മറ്റുള്ളവരെ കേൾക്കുന്ന ഒരു വ്യക്തിയെ എല്ലാവരും ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഗുഡ് ലിസണർ ആവുക. 1, പുഞ്ചിരി കൊണ്ട് തുടങ്ങുക. 2, കണ്ണിൽ നോക്കിക്കൊണ്ട് സംസാരിക്കുക. 3, മറ്റുള്ളവരെ കേൾക്കുന്നൊരു വ്യക്തിയായി ഗുഡ് ലിസണർ ആവുക എന്നുള്ളതാണ്. ഇത്തരം 3 കാര്യങ്ങൾ ചുരുങ്ങിയ പക്ഷം നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഒരുപാട് നല്ല ക്വാളിറ്റീസ് മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും സ്നേഹിക്കുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു നല്ല വ്യക്തിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.